ഡോക്ടർ ബി ജയരാജ്, നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി DGPയോട് ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴിയെടുക്കുന്നു. ആ മൊഴികളെടുത്ത് ഒപ്പിട്ട് മൊഴി നൽകിയവർക്ക് അതിൻ്റെ പകർപ്പ് നൽകുന്നു. ഒടുവിൽ ഈ വിവരം ചോദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ്? ആഭ്യന്തര വകുപ്പിൽ ചില കാര്യങ്ങൾ ദുരൂഹമായി തുടരുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർ ബി ജയരാജ്? നമ്മൾ 4-5 മാസമായിട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് വന്നത് വിവരാവകാശ രേഖ അനുസരിച്ച് അവർക്ക് കൊടുത്ത് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളൊരു 16 മണിക്കൂറൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പെക്കുലേഷൻസ് എല്ലാം അവസാനിപ്പിക്കാം. കൃത്യമായ മറുപടി ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നമ്മുടെ എല്ലാം മുന്നിൽ വന്ന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി പറയും. അതുകൊണ്ട് ഒരു 16 മണിക്കൂറത്തെ അഭ്യൂഹങ്ങൾ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അതോടെ നിൽക്കട്ടെ. ബി ജയരാജ് കണക്കാക്കുന്നത് എന്താണ്? തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് തെറ്റായി ആഭ്യന്തര വകുപ്പ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു കുറ്റമാണോ ഡോക്ടർ ബി ജയരാജ്? അല്ല, ചെറിയ കുറ്റമല്ല. കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ളത് തുടങ്ങിയത് കുറച്ച് നാളായിട്ടുണ്ടത്. അത് ഈ സിസ്റ്റത്തിനകത്ത് തന്നെയുണ്ട്. ചില ഉദ്യോഗസ്ഥർ ഗൂഢമായി പ്രവർത്തിക്കുന്നുണ്ടോ, സർക്കാരിനെ മോശമായിട്ട് ഇതാക്കാൻ വേണ്ടി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടുന്നത്. പക്ഷേ അങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. CPIക്ക് താല്പര്യമില്ല, RJDക്ക് താല്പര്യമില്ല, ഇടതുപക്ഷത്തെ സ്വതന്ത്ര MLA-മാർക്ക് താല്പര്യമില്ല, LDF കൺവീനർക്ക് പോലും അക്കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങ് ചേർന്ന് പുൽകുകയാണ് അഡീഷണൽ DGPയെ. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു IPS കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ നമുക്കതിന് വ്യക്തമായ തെളിവുകൾ വേണം. അനുകൂല വിധി സംഭവിച്ചുകൊണ്ട് വിധി വരുന്നുണ്ട്. തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന RSSന്റെ നേതാക്കളുടെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ സുപ്രധാന ചുമതല വഹിക്കുന്ന ADGP, ക്രമസമാധാനത്തിന് ചുമതല വഹിക്കുന്ന ADGP 3 തവണ RSS നേതാക്കളെ കണ്ടുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ എന്ത് പ്രോട്ടോക്കോളാണ് പാലിക്കേണ്ടത്? അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. അതല്ലേ ഇപ്പോൾ കാര്യങ്ങൾ ഗൗരവമേറിയ ഒരു വിഷയമാക്കി മാറ്റിയതും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതും? ഈ മനുഷ്യനെ ആ സ്ഥാനത്ത് നിന്ന് ആ നിമിഷം മാറ്റിയിരുന്നെങ്കിൽ ഈ പൂരം കലയ്ക്ക് റിപ്പോർട്ട് കൊടുക്കാൻ MR അജിത് കുമാറിനെ നിയോഗിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. മറ്റൊരു ADGP അത് കൊടുക്കുമായിരുന്നു. വൃത്തിയായിട്ട് ആ റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയേനെ. ആ റിപ്പോർട്ട് മുക്കിയില്ലേ ഇപ്പോൾ? നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ് ഡോക്ടർ അരുൺ. നമ്മളിപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാരെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉടനെ അതിൻ്റെ പേരിൽ നമ്മൾ പുറത്താക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സമൂഹത്തിലല്ല ഏതെങ്കിലും ഒരു നേതാവാണോ? സ്പീക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടന. അങ്ങനെ ഒരു നിലപാടാണോ ഡോക്ടർ ബി ജയരാജിനുമുള്ളത്? അടുത്ത RSSന്റെ സർസംഘചാലകാകാൻ സാധ്യതയുള്ള RSSന്റെ നിലവിലത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ജനറൽ സെക്രട്ടറിയാണ് ദത്താത്രേയ ഹൊസബോള. ഈ ദത്താത്രേയ ഹൊസബോളയുമായി ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ അഡീഷണൽ DGPക്ക് എന്താണ് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്? അതറിയണ്ടേ കേരളം? ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷക്കാരനാവണമെന്ന് നിർബന്ധമൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. EP ജയരാജൻ പോയി കണ്ടു, ഒരു BJP നേതാവിനെ പോയി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞു നടപടി എടുക്കുന്നുണ്ടായില്ല. അത് നമ്മൾ കണ്ടതാണ്. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു RSS നേതാവിനെ വന്നത് അത് തന്നെ വിഷയമായിരുന്നല്ലോ, പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഉദ്യോഗസ്ഥനെതിരെ ആ ഒരു കാരണം പറഞ്ഞിട്ട് നടപടി എടുക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്നുള്ള കേന്ദ്ര ഓർഡിനൻസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക്. അത് മാത്രമല്ല, ഷംസീർ ഉദ്ദേശിച്ചത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ളത് കേരളത്തിലാണ്. അത് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചുകൂടാ. നമ്മൾ അത് അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്, എല്ലാവരും അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സ്വാധീനം പല രീതിയിലും അവർ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പല പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് പോലെ ഇതൊരു രാഷ്ട്രീയ നയത്തിന്റെ വിഷയമാണ്. അത് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് തീർപ്പാക്കാൻ പറ്റുന്നതല്ല. അതിന് തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. അതിന് ഇച്ഛാശക്തിയും നട്ടലുമില്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കരുതെന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞതിനെ നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ വായിച്ചാൽ മനസ്സിലാവുക.
വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അവരത്ര കോൺഗ്രസുമായി ചേർന്ന് ഭരിച്ചവരല്ലേ. അപ്പോൾ എപ്പോഴാണെങ്കിലും അവർക്ക് ആ ഒരു നയമാറ്റം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. പ്രകാശ് ബാബു പറഞ്ഞ് പ്രകാശ് ബാബുവിൻ്റെ അഭിപ്രായമായിരിക്കുന്നേ, അല്ല CPIയുടെ നിലപാടല്ല. CPI പറയുന്നത് ഈ അന്വേഷണം നടക്കട്ടെ, LDF യോഗത്തിലും പറഞ്ഞത് അന്വേഷണം പൂർത്തിയാവട്ടെ എന്നാണ്. പിന്നെ പ്രകാശ് ബാബുവിൻ്റെ അഭിപ്രായങ്ങൾക്കൊക്കെ ഓരോ നേതാക്കന്മാരും ഓരോ അഭിപ്രായം പറയുമ്പോൾ അതിനൊക്കെ മറുപടി പറയുകയല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ചുമതല. അത് CPI തീരുമാനിക്കട്ടെ. CPIയുടെ അഭിപ്രായങ്ങൾ CPI തീരുമാനിക്കട്ടെ. ഇടതുപക്ഷ നിരീക്ഷകന്റെ അഭിപ്രായം. Debate with Arun Kumar.